നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡും അലാവസും തമ്മിൽ നടന്ന മത്സരശേഷം റയലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി റഫറിക്കെതിരെ തിരിഞ്ഞു. റഫറിയുടെ യെല്ലോ കാർഡ് കൊടുത്തത് ആ ഒരു സംഭവം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റഫറിയോട് പോയി ചോദിച്ചപ്പോൾ റഫറി പറഞ്ഞു ഞാൻ എൻ്റെ പണിയാണ് ചെയ്തതെന്നായിരുന്നു. ഏതായാലും ഈ യെല്ലോ കാർഡ് പോളിസികളോട് ഞങ്ങൾ യൂസ്ഡ് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കളി കഴിഞ്ഞിട്ട് നേരെ ആഞ്ചലോട്ടി പോയി റഫറിയുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ റയൽ മാഡ്രിഡ് TV കളിക്ക് ശേഷം പറഞ്ഞത് ഇത് റഫറിങ് മിസ്റ്റേക്കല്ല, മറിച്ച് ദുരൂഹതയുണർത്തുന്ന കാര്യമാണ് റഫറി ചെയ്തിരിക്കുന്നത് എന്നാണ്. ഏതായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിലുണ്ട്. 7 ഫൗളുകളാണ് റയൽ ചെയ്ത്, 4 യെല്ലോ കാർഡ് കൊടുത്തു. അലാവസ് 10 ഫൗള്, 0 യെല്ലോ കാർഡ്സ്. പക്ഷെ അതിൽ റയൽ താരങ്ങളുടെ പ്രൊട്ടസ്റ്റും മറ്റുമൊക്കെയാണ് ഇതിലേക്കൊക്കെ നയിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും റയൽ മാഡ്രിഡ് TV കളിക്ക് ശേഷം പറഞ്ഞ ഗാർബേജ് റഫറിയിങ്, ഇത് അധികാരം തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന പണിയാണ് റഫറി ചെയ്തിരിക്കുന്നത്. ഹൊസ്റ്റൈലും അരഗൻറ്റുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് റഫറിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ എന്തൊക്കെയോ ഉയർന്നു വരുന്നുണ്ട്. ഇത് ബാഡ് റഫറിയിങ് അല്ല, മറിച്ച് എന്തോ ദുരൂഹതയുണർത്തുന്ന കാര്യമാണ് എന്നാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് TVയുടെ ഒരു പ്രതികരണം വന്നത്. പിന്നെ ഇപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരികയാണ്. അടുത്ത കളി മാഡ്രിഡ് ഡെർബിയാണ്. നിലവിലൊരവസ്ഥ നോക്കുക, വിനിക്ക് 3 യെല്ലോ ഉണ്ട്. വിനി സസ്പെൻഷന് തൊട്ടരികിലാണ്. മോഡ്രിച്ചിന്, വാൽവർദേക്ക്, കർവാഹലിന് 2 വീതം യെല്ലോകളുണ്ട്. എംബാപ്പയ്ക്കും, മെൻഡിക്കും, മിലിറ്റാവോക്കും, എൻട്രിക്കിനും, ആർദ ഗ്യൂളറിനും ഓരോ യെല്ലോകളും വീതമുണ്ട്. സോ കാര്യങ്ങളൊട്ടും ശുഭകരമായ രൂപത്തിലല്ല പോകുന്നത്. ഇപ്പോൾ ആഞ്ചലോട്ടി മോഡ്രിച്ചിന് എന്തിന് യെല്ലോ കൊടുത്തു എന്ന ചോദ്യത്തിന് ആഞ്ചലോട്ടിയുടെ മറുപടി എനിക്കറിയില്ല, നിങ്ങൾ റഫറിയോട് പോയി ചോദിക്കുക. ഞാൻ റഫറിയോട് ചോദിച്ചിരുന്നു എന്തിനാണ് ആ 6 യെല്ലോ കാർഡുകൾ കൊടുത്തത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ ജോലി ചെയ്യുകയാണ് എന്നാണ്. എന്ത് ജോലിയാണിത്? ഇങ്ങനെയുള്ള യെല്ലോ കാർഡ് പോളിസികളോട് ഞങ്ങൾ എന്തായാലും യൂസ്ഡ് അല്ല. തീർച്ചയായിട്ടും കുറേ യെല്ലോ കാർഡുകൾ പ്രൊട്ടസ്റ്റിങ്ങിന് കിട്ടുന്നു, അതൊന്നും യൂസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. ഏതായാലും ആഞ്ചലോട്ടിക്കും റയൽ മാഡ്രിഡിനുമൊക്കെ റഫറിയുടെ ഈ ഒരു യെല്ലോ കാർഡ് വാരി വിതറിയ സംഭവത്തിൽ വലിയ എതിർപ്പുണ്ട് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.